എന്താ രവി പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞത്? വേറൊന്നുമല്ല, നമ്മുടെ ഏഞ്ചലിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. എന്താ രവി? വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നേരിട്ട് സംസാരിക്കാമെന്ന് വെച്ചത്. ഏഞ്ചലിന് ഇപ്പം എങ്ങനെയുണ്ട്? ഐ മീൻ അവളുടെ പഴയ മൂഡ് സ്വിങ്സ് ഒക്കെ. നല്ല മാറ്റമുണ്ട് രവി. രവി പറഞ്ഞതിനാണ് ശരി. അവളുടെ അച്ഛൻ്റെ പ്രസൻസുള്ള ഈ വീട്ടിൽ വന്നപ്പോൾ അവൾക്ക് ഒരുപാട് മാറ്റമുണ്ട്. അവളുടെ അച്ഛൻ്റെ ആഗ്രഹം പോലെ കോമിക് ബുക്കുകൾ അവൾ തന്നെ പുറത്തിറക്കി. രവി ഇത് കണ്ടിരുന്നില്ലേ? ശരിക്കും അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. ആ കോമിക് ബുക്ക് കണ്ടിരുന്നു, അവളുടെ ഇൻ്റർവ്യൂ. അതിലൊരു പേര് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, റെഡ്. റെഡ് ബ്ലേഡ് അല്ലേ? യെസ്, അതെ. എന്താ രവി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ പേര് ഞാൻ മുമ്പേ കേട്ടിരുന്നു. അന്ന് അവളെ പരിശോധിക്കുന്ന സമയത്ത് പാതി ഉറക്കത്തിൽ അവൾ ആ പേര് പറഞ്ഞിരുന്നു. പിന്നീട് അവൾ എഴുതിയ കോമിക് ബുക്ക് വായിച്ചപ്പോൾ എനിക്കെന്തോ കൂടുതൽ വ്യക്തമായി. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മാർട്ടിൻ്റെ ആഗ്രഹമായിരുന്നല്ലോ ആ കോമിക് ബുക്ക് പുറത്തിറക്കണമെന്നുള്ളത്. ഓരോ സാഹചര്യങ്ങൾ കാരണം മാർട്ടിനത് സാധിച്ചില്ല. പക്ഷേ മാർട്ടിൻ എഴുതിയ കഥകളെല്ലാം ഏഞ്ചലിനോട് പറഞ്ഞ് കേൾപ്പിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നമ്മളെല്ലാം മറക്കാൻ ശ്രമിക്കുന്ന ആ ഇൻസിഡൻറ്റ് ഏഞ്ചലിന് സംഭവിക്കുന്നത്. അന്ന് ആ ക്രിസ്മസ് രാത്രിയിൽ സംഭവിച്ചത് അവളുടെ ആ കുഞ്ഞു മനസ്സിന് താങ്ങാനാവുന്നതായിരുന്നില്ല. തുടർന്നാണ് മാർട്ടിൻ്റെ മരണം. അതവളുടെ മനസ്സിനെ കൂടുതൽ ക്ഷതമേൽപ്പിച്ചു. വീണ്ടും മാർട്ടിൻ്റെ വീട്ടിൽ വരികയും അവൾക്ക് പണ്ട് മാർട്ടിൻ പറഞ്ഞു കൊടുത്ത കഥകൾ കോമിക് ബുക്കായി കാണുകയും ചെയ്തു. സത്യത്തിൽ മാർട്ടിനാണ് അവളുടെ സൂപ്പർ ഹീറോ, അവളുടെ പ്രൊട്ടക്ടർ, കരുതൽ, എല്ലാം അവളുടെ പപ്പയായിരുന്നു. അവളുടെ കോമിക് ബുക്ക് വായിച്ചപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. ഞാൻ അവളെ പരിശോധിച്ചപ്പോൾ അവളിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ് കോമിക് ബുക്കിലുള്ളത്. ഒരുപക്ഷെ ഏഞ്ചലിനുണ്ടായ ഷോക്കിൽ നിന്നും അവളെ രക്ഷിക്കാൻ മാർട്ടിൻ കണ്ടെത്തിയ വഴിയാവണം. ഏതൊരു ആപത്തിൽ നിന്നും അവളെ രക്ഷിക്കാനെത്തുന്ന പ്രൊട്ടക്ടറുടെ കഥ. ആ കഥകളൊക്കെ പിന്നീട് അവളുടെ ജീവിതത്തിൽ നടന്നതുപോലെ തോന്നി. എന്തായാലും മാർട്ടിൻ്റെ ആ കഥകൾ അവളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഒരു കാര്യം ഉറപ്പിക്കാം, അവൾ തന്നെ അവളുടെ മാനസിക പ്രശ്നത്തിന് ഓവർകം ചെയ്തു കഴിഞ്ഞു ആ കഥകളിലൂടെ. അത് തന്നോട് പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല. ഏഞ്ചലിനെ പോലെയുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ ഞങ്ങൾ ദിനംപ്രതി കാണുന്നതാണ്. പലർക്കും അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായ ഒരു മോചനം ലഭിക്കാറില്ല. ചിലപ്പോൾ ഒരു ചെറിയ ഷോക്ക് പോലും താങ്ങാൻ പറ്റിയെന്ന് വരില്ല. സോ നമുക്കൊന്ന് സൂക്ഷിക്കാം. അവളെ സങ്കടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ നമുക്ക് നോക്കാം.